അനേകായിരം മതങ്ങൾ ലോകത്തിൽ ഇതിനോളം ഉത്ഭവിക്കുകയും അസ്തമിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് കുറേ സെമിറ്റിക് മതങ്ങളും ഹിന്ദു മതവും നിലനിൽക്കുന്നു. സെമിറ്റിക് മതങ്ങൾക്ക് ഒരു സൃഷ്ടാവുണ്ട്, ദൈവം. ആ സൃഷ്ടാവ് ലോകത്തിലുള്ള സർവ്വ ജീവജാലവും സർവ്വ വസ്തുക്കളും സൃഷ്ടിക്കുന്നു, മനുഷ്യനെയും സൃഷ്ടിക്കുന്നു. മനുഷ്യന് വിശേഷ ബുദ്ധി ഉള്ളതുകൊണ്ട് അവൻ വഴി തെറ്റിപ്പോയാൽ, പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ അതിന് ശിക്ഷയുണ്ട്. ആ ദൈവം വിധിക്കുക ശിക്ഷ. അതനുസരിച്ച് പാപകർമ്മങ്ങൾക്ക് നരകശിക്ഷയും പുണ്യകർമ്മങ്ങൾക്ക് സ്വർഗവും ലഭിക്കും. ഇതാണ് സെമിറ്റിക് മതങ്ങളുടെ ഒരു വിശ്വാസം, ഒരു സങ്കല്പം. എന്നാൽ ഹിന്ദുമതം തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചപ്പാടാണ്. അത് സർവസൃഷ്ടിയുടെയും ഉറവിടമായ ബ്രഹ്മം എന്ന ഒരു സങ്കല്പം. ബ്രഹ്മം സർവ സൃഷ്ടിയുടെ ഉറവിടമാണ്, ദൈവമാണ്. ആ ദൈവം സ്വയം വികസിച്ച് പ്രപഞ്ചമായി തീർന്നു. സ്വയം അങ്ങ് വികസിക്കുകയാണ് ചെയ്തത്. വികസിച്ച് വിവിധ പ്രപഞ്ച വസ്തുക്കളായിട്ട് മാറി. ജീവജാലങ്ങളും അചേതന വസ്തുക്കളുമെല്ലാം പ്രപഞ്ചം വികസിച്ച് ഉണ്ടായിട്ടുള്ളതാണ്. ചേതനാ വസ്തുക്കൾ, ജീവികൾ ഭൗതിക വസ്തുക്കളുമായി കലർന്ന് പരിണാമം സംഭവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മനുഷ്യൻ എന്ന ഉന്നതനായ ഒരു ജീവി ഭൂമിയിൽ രൂപം കൊണ്ടു. അവന് വിശേഷ ബുദ്ധിയുണ്ട്. അവന് തനിയെ ബുദ്ധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അധികാരങ്ങൾ പലതുമുണ്ട് അവന്. പല ജീവജാലങ്ങൾക്കും അത്രയും വികസനം ഉണ്ടായിട്ടില്ല, വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ മനുഷ്യന് ഈ തനിയെ കാര്യങ്ങൾ ചെയ്യാം എന്ന ലെവലിലേക്ക് അചേതന വസ്തുക്കളുമായി ചേർന്ന് പരിണാമം സംഭവിച്ചതുകൊണ്ട് അവൻ ഒത്തിരി പ്രവൃത്തികൾ ചെയ്യാവുന്നതായി. അപ്രകാരം ആണ് മനുഷ്യൻ പുരോഗതിയിലെത്തിയത്. അവൻ പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങി, പാപകർമ്മങ്ങൾ ചെയ്തു തുടങ്ങി. പാപം ചെയ്താൽ അവൻ ദൈവത്തിൻ്റെ അംശം തന്നെയാണല്ലോ. ബ്രഹ്മം തന്നെ വികസിച്ചല്ലേ മനുഷ്യനും വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ രണ്ട് വസ്തുക്കളും ദൈവത്തിൽ നിന്നുണ്ടായതാണെങ്കിലും അചേതന വസ്തുക്കളും ജീവനും ഉണ്ടായതാണെങ്കിലും അവ കൂട്ടിക്കലർന്നപ്പോൾ പാപകർമ്മങ്ങൾ ചെയ്യാനുള്ളൊരു ഒരു ഒരു സ്വയം പര്യാപ്തതയിൽ എത്തി. ആ പാപകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് പാപം ഉണ്ടാകുന്നു. ഒരു ദൈവത്തിൻ്റെ അംശം മറ്റൊരു ദൈവത്തിൻ്റെ അംശത്തെ ദ്രോഹിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാപം ഉണ്ടാകുന്നത്. അത് തിരുത്തണം. അതായത് ദൈവാംശമാണെങ്കിലും ഇവിടെ രൂപം കൊണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ പാപകർമ്മം മറ്റൊരു ദൈവാംശത്തെ നോട് ദ്രോഹം ചെയ്തതുകൊണ്ട് അതുമൂലം ഉണ്ടാകുന്ന പാപം അവൻ തിരുത്തിയേ പറ്റൂ. ഒരു ജന്മം കൊണ്ടത് മനസ്സിലായെന്ന് വരില്ല. അവന് വന്നില്ലെങ്കിൽ ആ ദുഷ്ടതയിൽ തന്നെ മുഴുകുകയാണെങ്കിൽ വീണ്ടും ജന്മമെടുത്ത് ആ പാപകർമ്മം കംപ്ലീറ്റ് കഴുകിക്കളയണം. അതുവരെ ജന്മങ്ങൾ എടുക്കേണ്ടി വരും. 1000, 10,000, ലക്ഷമോ ജന്മമെടുത്താലും ആ പാപകർമ്മങ്ങളിൽ നിന്നും വിടുതൽ നേടാതെ അവന് ദൈവത്തോട് വീണ്ടും തിരിച്ച് ചേരുക സാധ്യമല്ല. ദൈവാംശം തന്നെയാണെങ്കിലും ഈ അശുദ്ധമായ ഭൗതിക വസ്തുക്കളുമായിട്ടുള്ള ചേർച്ചയിലാണ് ആ പാപം ചെയ്തത്. അത് അചേതന വസ്തുക്കൾ മുഴുവൻ നീക്കം ചെയ്യുന്നിടം വരെ, എല്ലാ പാപങ്ങളിൽ നിന്നും വിടുതൽ നേടുന്നിടം വരെ വീണ്ടും ജനിക്കണം. അങ്ങനെയാണ് പുനർജന്മം ഉണ്ടാകുന്നത്. ആ പുനർജന്മം ഇങ്ങനെ പലരും എടുത്തു കഴിഞ്ഞ് വീണ്ടും ദൈവത്തോട് ചേരും. അതിനെയാണ് മുക്തി എന്ന് വിളിക്കുന്നത്. മുക്തി. അതിനിടയ്ക്ക് ഓരോ കർമ്മത്തിനും അതിൻ്റെ ദോഷഫലമുണ്ട്. നല്ല കർമ്മം ചെയ്ത് അതിന് സുഖം അനുഭവമുണ്ട്. അതാണ് സ്വർഗം. അതുകൊണ്ട് സ്വർഗവും നരകവും ഒക്കെ ഉണ്ട്. എല്ലാ ദുഷിച്ച കർമ്മങ്ങൾക്കും നരകം ലഭിക്കും. ഇപ്പോൾ ഭൂമിയിൽ തന്നെ ആവാം. നരകം ലഭിക്കും
അതുപോലെ ദോഷങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി വന്നു ചേരും. അങ്ങനെ വന്നു ചേർന്ന് അതിൻ്റെ ഫലങ്ങൾ മുഴുവൻ അനുഭവിച്ച് തീർക്കേണ്ടി വരും. എന്ത് പാപം ചെയ്തോ അതിന് തക്ക ഫലം. ദോഷമാണെങ്കിൽ അതിന് അനുഭവിച്ച് തീർത്തേ പറ്റൂ. ഭൂമിയിൽ തന്നെയാണ് മിക്കവാറും. മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്നിട്ടൊന്നും അല്ല അത് അനുഭവിക്കുന്നത് പലപ്പോഴും. അത് ഈ ഈ ഭൗതിക വസ്തുക്കളുമായിട്ടുള്ള ബന്ധം വിട്ട് മരിച്ചതിന് ശേഷമാണ് ആ ബോധം വരുന്നത്. അതുകൊണ്ട് വീണ്ടും ജനിക്കും. ഈ പ്രാവശ്യം അത് തിരുത്തിക്കൊള്ളാമെന്നുള്ള മട്ടിൽ ഇവിടെ വരുമ്പം ഭൗതികമായിട്ട് വസ്തുക്കളുമായിട്ട് ചേർന്ന് വീണ്ടും മനസ്സങ്ങ് മാറും. വീണ്ടും കുറേ ചെയ്തെന്ന് വരും. കുറേ കാലം കൊണ്ട്, കുറേ ജന്മങ്ങൾ കൊണ്ട് അത് കുറേശ്ശെ തിരിഞ്ഞു തുടങ്ങും. ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യം വരും. അങ്ങനെ അത് ഉപേക്ഷിക്കും. പാപകർമ്മങ്ങളിൽ നിന്നും വിടുതൽ നേടും. അങ്ങനെ വിടുതൽ വീണ്ടും മുക്തിയെ പ്രാപിക്കും. ഈ ബ്രഹ്മത്തോട് ചേരും, ദൈവത്തോട് ചേരും. അതാണ് മനുഷ്യജീവിതം. ഈ പാപകർമ്മങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളിൽ പെട്ടുപോകും. പുണ്യകർമ്മങ്ങൾക്ക് സ്വർഗവും ലഭിക്കും. അതുകൊണ്ടൊന്നും വീണ്ടും ദൈവത്തിലെത്തുന്നില്ല. ആ ദൈവത്തിലെത്തിയെങ്കിലേ മുക്തിയാവുള്ളൂ. വീണ്ടും വീണ്ടും പുണ്യം കുറേ അനുഭവിച്ച് വീണ്ടും ജനിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭൗതികതയിൽ തന്നെ അലയാനുള്ള ഒരു വിധിയാണ് ഈ ആത്മാക്കൾക്ക്, അതായത് ദൈവാംശത്തിനുള്ളത്. അതുകൊണ്ട് ഈ എല്ലാ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും ദൈവങ്ങളായതുകൊണ്ടാണ് നമ്മൾ കൈകൂപ്പുക തന്നെ ചെയ്യുന്നത്. മറ്റാൾ അവനെ ഒരു ഹിന്ദുവിന് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ദൈവങ്ങളാണ്. എന്തിനേയും ആരാധിക്കാം. അതിനെല്ലാം ന്യായമായ ഫലം നമുക്ക് ലഭിക്കുന്നുണ്ട്. ആരാധനയാണ്. ആരാധിക്കുമ്പം അതിൽ നിന്ന് നന്മ നമ്മളിലേക്ക് വന്നു ചേരും. ഒന്നിനെയും തള്ളിക്കളയരുത്. എല്ലാം ദൈവാംശമാണ്. ഈ സങ്കല്പമാണ് ഹിന്ദുവിൻ്റേത്. ഏതാണ് നല്ലത് എന്നൊന്നും നമുക്ക് പറയാനാവില്ല. ഈ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് അവനവൻ്റെ ബുദ്ധിക്കനുസരിച്ച് തിരഞ്ഞെടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുന്നോട്ട് പോകണം. അതാണ് വേണ്ടത്. ഇത് ശരിയേതാ തെറ്റേതാ എന്നുള്ള സാമാന്യ മനുഷ്യൻ്റെ ബുദ്ധിയിൽ തെളിയുന്ന കാര്യങ്ങളല്ലിത്. എളുപ്പം മനസ്സിലാക്കുക സാധ്യമല്ല. ജന്മാന്തരങ്ങളുമായിട്ട് അനേക ജന്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മനുഷ്യജീവിതം. അതുകൊണ്ട് ഇത് പഠിക്കുക എന്നുള്ളതല്ലാതെ അതിനൊരു കൃത്യമായൊരു ഏതാണ് ശരിയെന്ന് പറയാനാവില്ല. ഓക്കെ.